ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിവിടെ UAE എത്തിക്കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ റാസൽ കെയ്മയിൽ എത്തിയിട്ട് എങ്ങനെയാണ് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോണത് റുവ ബേബി എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇക്കൊന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ പോവാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പത്തിരിയും ബീഫൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ചൂടാക്കുക, ചായ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ അതേ നമ്മളെ പത്തിരി, തേങ്ങാപ്പാൽ, നല്ല അടിപൊളി ബീഫ്, ചായ എല്ലാം റെഡിയാണ്. മിക്കു കൂലിയൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ബീഫ് എങ്ങനെയുണ്ട്? ഇപ്പോൾ ടൈം ഒരു 8:45 ആയിട്ടുണ്ട്. ഇക്ക് ഡ്യൂട്ടിക്ക് പോയി. റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഉറക്കത്തിലാട്ടാ. ഇക്കുവിൻ്റെ കൂടെ തന്നെ ഞാനും ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ എന്തായാലും ഉറങ്ങണില്ല, കാരണം 9 മണി ആവാനായിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യാമെന്ന്. പിന്നെ അതൊക്കെ ചെയ്യണ പരിപാടിയിലാണ്. ഇനി റുവ ബേബിക്ക് എണീച്ചിട്ട് വേണം റുവ ബേബിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ റുവാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറുക്കും ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി വെക്കണം, പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് റുവ ബേബി എണീച്ചിട്ട് കാണാം. ഇപ്പോൾ ഇതേ ടൈം 9:45 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരാൾ ഇവിടെ എണീച്ചിട്ടുണ്ട്. റുവ ബേബീസ് എണീച്ച അപ്പം തന്നെ ടോയ്സൊക്കെ നോക്കണം കേട്ടോ. ടെഡിയും സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. സുന്ദരി എവിടെ? സുന്ദരിമാടെ സുന്ദരി ബേബി. ടോം ആൻഡ് ജെറി ഉണ്ട്. റുവ ബേബീസ് ഉറങ്ങി എണിച്ചാ? ഹലോ, ഉറങ്ങണ പോലെ ആക്ട് ചെയ്യണോക്ക്. റുവ എങ്ങനെ ഉറങ്ങാ? ഹലോ, റുവ എങ്ങനെ ഉറങ്ങാ? ഉറങ്ങിട്ടാ. റുവാന്റെ പാൻഡ എവിടെ? പാൻഡ എവിടെ പോയേ? റുവാക്ക് ഇഷ്ട? പാൻഡന് ഇഷ്ട? എന്തുള്ളത്? റുവാടെ കൊറേ ടോയ്സ് ഉണ്ടല്ലോ ഇവിടെ. റുവ ബേബിയെ, നമുക്ക് വാഷ് യുവർ ഫേസ് ഒക്കെ ചെയ്യണ്ടേ? എന്നിട്ട് പാപ്പ് കഴിക്കണ്ടേ? ബേബീസ് എണീച്ചപ്പോ തന്നെ കളിക്കാതിരിക്കണ്ട. എങ്ങനെ ഫ്ലൈങ് കിസ് തരാ? എങ്ങനെ ഡാൻസ് ചെയ്യാ? റുവ ടെഡിയോട് ടെഡി. റുവന്റെ ബിഗ് ടെഡിനെ എടുത്താ. മോളൂസ് എന്താ കഴിക്കണ? ബനാന കഴിക്കണ്ട? ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാ? യമ്മി 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 ബനാന. ഇനി ഉണ്ടല്ലോ ഇതില്, മെല്ലെ കഴിച്ചാൽ മതിട്ടാ. കഴിച്ചിട്ടുമ്പോ തരാട്ടാ. ഒറ്റക്ക് പിടിച്ചിട്ടൊക്കെ കഴിക്കൂലേ ബനാന? മോളുവോ? കഴിച്ചു. ഫുള്ളിടല്ലേടാ, കുറച്ച് കഴിക്ക്. അത് ഫുള്ളിടല്ലേടാ. അപ്പൊ ദേ റുവ ബേബീസ് ഇവിടെ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടാ. കാണിച്ചെടുത്ത എല്ലാവർക്കും. റുവയുടെ പുതിയത് ഡ്രസ്സൊക്കെ ഇട്ടാ, സൂപ്പർ ഡ്രസ്സൊക്കെ ഇട്ടാ, സുന്ദരിയായ. റുവ കുളിച്ചില്ലേ? ഈസി കുളിച്ചില്ലേ? റുവ എങ്ങനെ ചിരിക്കുക? റുവ ബേബി എങ്ങനെ ചിരിക്കുക? അപ്പൊ ഇന്ന് ഞങ്ങൾക്കൊരു സൂപ്പർ പണി കിട്ടിയിട്ടാ. രാവിലെ തന്നെ ഞാൻ റുവാക്ക് പാപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പോയിട്ട് സ്റ്റൗ ഓൺ ആക്കി നോക്കിയപ്പോൾ ഗ്യാസ് കഴിഞ്ഞിരിക്കണം.
അങ്ങനെ പിന്നെ ഗ്യാസിന് വിളിച്ച് പറഞ്ഞ് വരുമ്പോൾ ഒരു ടൈമായി. അതാണ് റുവ ബേബിക്ക് പഴം കൊടുത്തത് കേട്ടോ. ജസ്റ്റ് ആദ്യം പഴം കഴിച്ച് കുറുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അവർ വന്ന് ഗ്യാസൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടാണ് പിന്നെ ഞാനിപ്പോൾ റുവാക്ക് റാഗി കുറുക്ക് ഉണ്ടാക്കി. റുവ ബേബിയുടെ കുളിയൊക്കെ കഴിഞ്ഞേക്കണം. പിന്നെ റുവ കുറുക്ക് തിന്നാൻ പോവാണ്. കഴിക്കാം, നമ്മൾക്ക് കുറുക്ക് പാപ്പ് കഴിക്കാം. റുവ ബേബി ഇല്ലേ നല്ല ഗുഡ് ഗേൾ ആയിട്ട് തിന്നും. കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. അതില്ലേ മ്യാവ് എവിടെ ഉള്ളത്? മ്യാവ് എവിടെ ഉള്ളത്? റുവ മ്യാവിന്റെ അടുത്തേക്ക് പോവാ. നമ്മൾക്ക് മ്യാവിന്റെ അടുത്തേക്ക് പോവാ. ഫ്ലവർ പൊട്ടിക്കാൻ പോവാ പുറത്തേക്ക്. ഓക്കെ, റുവാനെ കൊണ്ടുപോവാട്ടോ ഫ്ലവർ പൊട്ടിക്കാന്. നമുക്ക് പുറത്ത് പോയിട്ട് ഫ്ലവർ പൊട്ടിക്കാ, പിന്നെ മ്യാവിനെ കാണാ. ഓക്കെ, ആദ്യം കഴിക്കാനുള്ള മടിയായിരുന്നു കേട്ടാ. ഇഷ്ടമായി തോന്നുന്നുണ്ട് കഴിച്ചു. ഗുഡ് ഗേൾ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറുക്കെല്ലാം കഴിച്ചപ്പോൾ പിന്നെ റുവ ബേബി നല്ല ഉറക്കത്തിലായിട്ടാ. റുവ ബേബി അവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചക്കൽക്കുള്ള ഫുഡ് സെറ്റാക്കാന്ന്. അപ്പോൾ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പീസൊന്നുമില്ല ബിരിയാണിയിൽ, ജസ്റ്റ് ബിരിയാണി റൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തത് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതിനെ ചെമ്മീൻ ബിരിയാണി ആക്കി മാറ്റാം. അപ്പോൾ ഇതേ രണ്ടും ചൂടാക്കി എടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്നോട് കഴിച്ചോന്ന് പറഞ്ഞു ഉച്ചക്കലത്തെ ഫുഡ്. വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവും. അപ്പോൾ എന്തായാലും ഇതൊക്കെ സെറ്റാക്കി വെക്കാം. പിന്നെ കുറച്ച് കച്ചമ്പർ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണം. അങ്ങനത്തെ കുട്ടി കുട്ടി പരിപാടികളുണ്ട്. റുവ ബേബീസ് ഇതേ ഉറങ്ങി എണീച്ചിട്ടുണ്ട് കേട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റുവാക്ക് ബിരിയാണി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഞാൻ സാധാ ചോറുണ്ടാക്കി. ചോറും പിന്നെ മുട്ട പൊരിച്ചതും തൈരും ഉണ്ടാകും. തൈര് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടിയിട്ടാണ് റുവ ബേബി കഴിക്കാൻ പോണത്. ഓ, ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേഗം കൊടുക്കാൻ. റുവ ബേബീസിന് പാപ്പു സൂപ്പറാണോ? എന്താ വേണ്ടേ? എഗ്ഗാ? റുവമോൾ ഇതേ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് TV കണ്ടോണ്ടിരിക്കാൻ കേട്ടോ. റേച്ചലിനെ കണ്ടോണ്ടിരിക്കുക. ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ. അതെ, ചെമ്മീൻ ബിരിയാണി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ചമ്മന്തി, കച്ചമ്പർ, സുർക്ക കച്ചമ്പർ ഉണ്ടാക്കി. പിന്നെ ഇതേ നല്ല അടിപൊളി നാരങ്ങ അച്ചാറുണ്ട് കേട്ടോ. ജമീലമ്മയുടെ സ്പെഷ്യലാണ്. ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോവണ്ട. ഫുഡൊക്കെ കഴിച്ചിട്ട് മധുരത്തിന് കഴിക്കാൻ ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ. കഴിയാനയക്കണ്. ഇതാണ് കോക്കനട്ട് സോൻ പപ്പടി. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ലാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിലിനി കുറച്ചും കൂടി ബാക്കിയുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ സോൻ പപ്പടി തന്നെ അടിപൊളിയല്ലേ. അതിനെക്കാട്ടിയും ഒരു കോക്കനട്ട് ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ ഇക്കോ ഓഫീസ് കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച്. ബേബി എന്താ ചെയ്യണേ? പാപ്പാടത്താല മസാജ് ചെയ്യണ്ട? ഉമ്മ കൊടുത്താ? അത് ഉമ്മ തരാൻ വന്നതാ. തല പോയിട്ട് ചെവിയായി തോന്നുന്നു മസാജ്.
പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനും റുവ ബേബിയും പിന്നെ റുവയുടെ മോത്തി ആൻറ്റിയും കൂടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പാർക്കിലേക്ക് പോയി. അപ്പോൾ റുവാക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അതിലിരുന്ന് കളിക്കാനൊക്കെ. അപ്പോൾ ഇതേ അവൾക്ക് പറ്റണ സംഭവങ്ങളിലൊക്കെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു കുട്ടിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അവളെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടാണ്. കാരണം പിന്നെ യൂനസും പിന്നെ ഫാമിലിയൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വന്ന് അവർക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ചായ ഒക്കെ കുടിച്ച് പിന്നെ ഇതേ റുവ ബേബീൻ്റെ കൂടെ ഇരിക്കുന്നത് ജന്ന ബേബിയാണ് കേട്ടോ. അപ്പോൾ യൂനസിൻ്റെയും സിനുവിൻ്റെയും ബേബിയാണ്. അപ്പോൾ റുവാക്കും ഭയങ്കര ഹാപ്പിയായി ടോയ്സൊക്കെ കൊടുത്തിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ രണ്ടുപേരും കൂടി ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവരെയും കൂട്ടിയിട്ട് താത്താടെയും അളിയൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ പിന്നെ കുട്ടീസിനൊക്കെ കണ്ടപ്പോൾ റുവ ഡബിൾ ഹാപ്പിയായി. പിന്നെ ഇത് ഈ ബിഗ് ടെഡീനൊക്കെ കണ്ടിട്ടുള്ള സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അവരെ കൂടെയൊക്കെ ഇരുന്ന് കളിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഇങ്ങനെ എല്ലാവരും വർത്തമാനത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിൽ നമ്മൾ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോണത്. അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് ക്ലബ് 7 എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര വലിയ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നില്ല കേട്ടോ. പക്ഷെ ഉള്ളിൽ ഭയങ്കര സ്പേഷ്യസ് ആണ്. അതുപോലെ നല്ല രീതിയിൽ അവർ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ അവിടെ ഇരുന്ന് പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡ് വരാൻ വേണ്ടി കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഗെയിം കളിക്കാനൊരു പേപ്പറും സംഭവങ്ങളൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു, പെന്നൊക്കെ. അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ടൈമൊക്കെ അങ്ങനെ കളഞ്ഞു. പിന്നെ ജസ്റ്റ് ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് സ്ട്രോബെറീൻ്റെ ഒരു ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു, അത് കുടിച്ച് പിന്നെ റുവ ബേബിക്കും ജന്ന ബേബിക്കും കൂടിയിട്ട് കഴിക്കാൻ ചപ്പാത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊക്കെ പൊറോട്ടയാണ് പറഞ്ഞത്. പാൽ പൊറോട്ട, ചിക്കൻ പാൽ പൊറോട്ട, പിന്നെ ബീഫ് വിന്താലു, പിന്നെ ചിക്കൻ്റെ ഒരു ഫ്രൈ ഐറ്റം, ഒരു സ്റ്റാർട്ടർ പോലത്തെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെ ഫുഡ് വരാനായിട്ട് കേട്ടോ. കൈയൊട്ടിയേ ഒരു ചായ രണ്ട് ചായ മൂന്ന് ചായ പെപ്സി. നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ ഫുഡും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു പാൽ പൊറോട്ട അതിൽ കുറച്ച് ചിക്കൻ്റെ പീസും അതുപോലെ ബീഫും ഒക്കെ കൂട്ടി കഴിക്കാൻ ഇടലനായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ.